അത് ഇന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ മുന്നിൽ വരുമ്പോ ഒരു പ്രശ്നം വരുമ്പോ കൂട്ടരാജിക്കൊന്നും പോവാതെ നേരിടാൻ പറ്റുന്ന, ഉത്തരം പറയാൻ പറ്റുന്ന, അവർ സംഘടനയിൽ എന്ത് ഇഷ്യൂ ഉണ്ടായ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പ്രാണിയുള്ള ഒരു കമ്മിറ്റി, ഉള്ളൊരു കമ്മിറ്റി ഉണ്ട്. സത്യമല്ലെങ്കിൽ അതാണോ അല്ലയോ എന്ന് അവരാണ് തെളിയിക്കേണ്ടത് അല്ലേ? ഞങ്ങളിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. അപ്പം എല്ലാരും എന്താ, ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് പറയാം എന്നത് ഇത് ദുരുപയോഗം ചെയ്യരുത് അതല്ലേ? പറയാൻ പറ്റും. സത്യമാണെങ്കിൽ അത് മോശമാണ് അല്ലേ? സത്യമാണെങ്കിൽ അത് സ്ത്രീകൾക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആൺകുട്ടികളും പറയുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് കാസ്റ്റിംഗ് കൗച്ചോ കാര്യങ്ങള് നേരിട്ടിട്ടുണ്ടെന്ന് അവരും പറയുന്നുണ്ട്. അപ്പം സത്യം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര ആൾക്കാർ പറയുന്നത്. ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതാണ് ഇതിലെ മുഖ്യ പ്രമുഖ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപിന്റെ പേരാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചേരണമെന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല, അതാണ് സത്യം. ഇപ്പോഴത്തെ ഒരു സിനാരിയോ കാര്യങ്ങളൊക്കെ അറിയാലോ, വാർത്തകളിൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. നിങ്ങളെ പോലെയാണ് ഞാനും കാണുന്നത്. അതായത് ന്യൂസിൽ കൂടെയാണ് ഞാനും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ. ഞാനും മുന്നോട്ട് നോക്കുന്നുണ്ട് ഇതിങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം കാണുന്ന പരിപാടികൾ, എന്താ പറയാ, കേസും അതും ഒക്കെ നല്ല രീതിയിൽ ആൾക്കാർ ഇനിയും ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം, പേടിക്കാണ്ട്. എന്താ പറയാ, അത് നമ്മളെപ്പോലെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഞാനും കുറെ ഇപ്പം പുതിയ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ സേഫ്റ്റി അല്ലാത്ത രീതിയിലൊന്നും ഇതുവരെ ഒന്നും അനുഭവപ്പെട്ടില്ല. അപ്പൊ വന്നല്ലേ ഉള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനുണ്ട്. അതുകൊണ്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു ധൈര്യമായിട്ട് തുറന്നു പറയാം. ഞാനും നോക്കുകയാണ് ഇനി എന്താണ് ഈ ലിക്വിഡിന്റെ ബാക്കി, എന്താണ് എന്തൊക്കെ റെമഡീസ് ആണ് ഗവൺമെന്റ് എടുക്കുക, അല്ല ഈ വാർത്തകളിൽ സത്യാവസ്ഥ ഉണ്ടോ വിചാരിക്കുന്നുണ്ടോ? ഒരു ഐഡിയയില്ല. കാര്യം നമുക്ക് അറിയില്ല. പറയുന്നവർ പറയുന്നുണ്ട്, പക്ഷെ ആൾക്കാർ പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് പ്രൂഫ് കൊടുക്കുക? നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ? പറയുന്നവർ പറയാം ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ, പക്ഷെ നമുക്കറിയില്ലല്ലോ സത്യാവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്. സത്യം അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം, അല്ലെങ്കിൽ അതും തെളിയിക്കണം. അതായത് ഒരാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾക്കും ഉണ്ട് ബുദ്ധിമുട്ട്, അയാളുടെ ഫാമിലിക്ക് ഉണ്ട് ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ. അപ്പം ഇതേപോലെ തന്നെ ഈ ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തികൾക്കും അതിന്റെ സത്യാവസ്ഥ പുറത്ത്, എനിക്ക് തോന്നുന്നു അവരാണ് കുറച്ചുകൂടെ ശ്രമിക്കേണ്ടത്. സത്യമല്ലെങ്കിൽ അതാണോ അല്ലയോ എന്ന് അവരാണ് തെളിയിക്കേണ്ടത് അല്ലേ? ഞങ്ങളിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. അപ്പം എല്ലാരും എന്താ, ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ പരാതിക്കാരോട് പ്രൂഫ് ചോദിച്ചപ്പോ അതിന് മറുപടി ആയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ ഒരു സ്ത്രീയാണ്, സ്ത്രീ പറയുന്നതാണ് ഏറ്റവും വലിയ പ്രൂഫ് എന്ന രീതിയിലാണ് പറയുന്നത്. പറഞ്ഞു ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് പറയാം എന്നത് ഇത് ദുരുപയോഗം ചെയ്യരുത് അതല്ലേ? പറയാൻ പറ്റും. സത്യമാണെങ്കിൽ അത് മോശമാണ് അല്ലേ? സത്യമാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അത് കള്ളമാണെങ്കിൽ അതിനേക്കാളും വലിയൊരു തെറ്റാണ്. ഒന്നും ചെയ്യാത്ത ഒരാളെ പറ്റി പറയുന്നത് തെറ്റാണ്. നമുക്കറിയില്ല ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുപേര് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല അല്ലേ? ഇപ്പം നിങ്ങളൊരു പെൺകുട്ടിയോട് നമ്മൾ ഇതിൽ ആക്കിയെന്ന് അല്ലാതെ സാധാരണ ഒരു ഓഡിയൻസിനോട് ഇവിടെ ചോദിക്കുക, നിങ്ങൾക്ക് ഇതുപോലെ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരു നോട്ടം കൊണ്ട് പോലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ? ഒരു ബസ്സിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ, നമ്മളൊരു ലുലുവിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴോ ഒരു നോട്ടം കൊണ്ട് പോലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ആരും ഉണ്ടാവില്ല ചിലപ്പോൾ. സ്ത്രീകൾക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആൺകുട്ടികളും പറയുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് കാസ്റ്റിംഗ് കൗച്ചോ കാര്യങ്ങള് നേരിട്ടിട്ടുണ്ടെന്ന് അവരും പറയുന്നുണ്ട്. അപ്പം എന്ത് ലോകമാണ് നമ്മൾ പറയുന്നത്? കേരളത്തിൽ എന്താ നടക്കുന്നതെന്നുള്ള ആ ഇത് തന്നെ നമ്മളും. അതായത് സിനിമയിൽ ഇത് നടക്കുമ്പോൾ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടും. സിനിമയിൽ അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു, നിങ്ങൾ മീഡിയയും അത് ഏറ്റെടുക്കുന്നു. പക്ഷെ പുറത്തുമില്ലേ, ഒരു സ്കൂളിലും കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് മർഡർ ചെയ്തു. അപ്പം അവിടെ നടക്കുന്നുണ്ട്, IT പ്രൊഫഷനിൽ നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമയിൽ നമ്മൾ കുറച്ചുകൂടി സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇത് മുന്നോട്ട് വന്നു. അതുപോലെ എല്ലാ മേഖലയിലും ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് വന്ന് സംസാരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സത്യാവസ്ഥ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ. സത്യം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര ആൾക്കാർ പറയുന്നത്. ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷെ ഞാനൊക്കെ കുറച്ച് നാളായിട്ടുള്ളൂ, 4-5 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. അറിയില്ല, നമ്മുടെ അടുത്തോട്ടൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അല്ലാണ്ട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെ പോലെ കേട്ടുകഴിവേ എനിക്കുള്ളൂ. എനിക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഒരു ജനറേഷൻ്റെ അടുത്ത് ഇതൊന്നും അത്ര നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? ഇതും കുറെ നാൾ മുന്നേ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊന്നും
ചോദിക്കാനുള്ളൊരു ഇതൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എന്റെ കൂട്ടുകാരോ ആരെങ്കിലും ഷെയർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ന്യൂസിൽ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ഷെയർ ചെയ്യില്ലല്ലോ. ഈ വാർത്തകൾക്ക് അവസാനം ഒരു നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ലഭിക്കുമോ? നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ നടക്കുമ്പോഴും ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് മുങ്ങിപ്പോരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു കാര്യം വേറെ എന്തെങ്കിലും ഒരു ന്യൂസ്, മഴ വരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. ഇപ്പൊ ഇത് വന്നപ്പോ വയനാടിലെ ഇഷ്യൂ ഒന്ന് താന്നു പോകില്ലേ, നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുപോലെ അടുത്ത ന്യൂസ് വരുമ്പോൾ ഇത് താന്നു പോകരുത്. വെറും TRPക്ക് വേണ്ടി യൂസ് ചെയ്യാണ്ട് ഇപ്പൊ മീഡിയ നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ താന്നു പോകാണ്ട് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അടുത്തൊരു ന്യൂസ് വരുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു. ഈ മലയാള ഫിലിമിൽ നോക്കുമ്പോൾ നമുക്ക് ആകെ ഓർമ്മ വരുന്നത് മമ്മൂക്ക, ലാലേട്ടൻ എന്ന പേരൊക്കെയാണ്. പക്ഷെ ഈ ഇത്രയും ഒരു ദുരവസ്ഥ അതെ അവർ രണ്ടും അഭിപ്രായം പറയുന്നില്ല. അതാണ് ഇപ്പൊ എല്ലാവരും ചർച്ചയാകൊണ്ടിരിക്കുന്നത്. അവരുടെ അഭിപ്രായമൊക്കെ എല്ലാവരും നോക്കിയിരിക്കുകയല്ലേ. നമ്മുടെ സിനിമയിലുള്ള ആൾക്കാരായതുകൊണ്ടല്ല, സാധാരണ മനുഷ്യൻ നോക്കിയിരിക്കണം. അറിയില്ല, ചിലപ്പോ അവരെന്തെങ്കിലും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ കൂടെ നന്നായിട്ട് പഠിച്ചൊക്കെ അവരൊക്കെ ചിലപ്പോ ബിസിയാ പറയുന്ന തെറ്റായിരിക്കും. ബട്ട് സ്റ്റിൽ ഒന്നിനെ പറ്റിയും അറിയാണ്ട് ഒരു 236-237 പേജൊക്കെ ഉള്ള ഒരു റിപ്പോർട്ടല്ലേ. അപ്പൊ അതൊക്കെ വായിച്ച് ചിലപ്പം അവർക്ക് പറയായിരിക്കും. പറയണം എന്നാണ് എന്റെ അഭിപ്രായം. എന്തെങ്കിലും അഭിപ്രായം പറയണമല്ലേ, പറയട്ടെ. ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതാണ് ഇതിലെ മുഖ്യ പ്രമുഖർ പറഞ്ഞ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപിന്റെ പേരാണ് വന്നിട്ടുള്ളത്. അതിനോട് എന്താ പറയാ? നമുക്കറിയില്ല. അതും ആ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നമുക്കറിയില്ല. പലതും മീഡിയ കൂടെ നമ്മളും അറിയണം. അല്ലാണ്ട് ഞാനോ അമ്മയില് പോലും നമ്മളൊന്നും ഇല്ല. നമുക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത്, എന്തൊന്നും നമുക്കറിയില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ല ഇങ്ങനെയാ അറിയുന്നത്. അമ്മ സംഘടന യുവതലമുറ ഏറ്റെടുക്കട്ടെ വിചാരിക്കുന്നുണ്ടോ? ഏറ്റെടുക്കാൻ ഒരുപാട് പേരില്ലേ. പക്ഷെ അമ്മയില് ചേരാന്നൊക്കെ പറഞ്ഞ ഒരു വലിയ എമൗണ്ട് ഒക്കെ കൊടുക്കണ്ടേ. അപ്പം നമുക്കൊക്കെ ഇപ്പം എമൗണ്ട് ഒക്കെ അത്രയും ക്യാറ്ററോൾസ് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് അത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അമ്മയിൽ ചേരാൻ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല ശരിക്കും. അമ്മയിൽ ചേരുക, നമുക്കൊരു സിനിമ കിട്ടുക, അടുത്ത സിനിമ നമ്മളെ ഓരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അടുത്ത സിനിമ കിട്ടുക, ആ ഒരു ചിന്തയല്ലേ. തുടങ്ങിയിട്ടല്ലോ. അമ്മയിൽ ചേരണം എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് സത്യം. പൃഥ്വിരാജിനെ പോലുള്ള തലമുറയാണ് ഏറ്റെടുക്കേണ്ടത്. പൃഥ്വിരാജാണ് നയിക്കേണ്ടത്. ജഗദീഷ് ചേട്ടൻ അതുപോലെയുള്ള ആൾക്കാർ ഇന്നാളെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ മുന്നിൽ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ കൂട്ടരാജിക്കൊന്നും പോവാതെ നേരിടാൻ പറ്റുന്ന, ഉത്തരം പറയാൻ പറ്റുന്ന, അവർ സംഘടനയിൽ എന്ത് ഇഷ്യൂ ഉണ്ടായ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പ്രാണിയുള്ള ഒരു കമ്മിറ്റി, ഉള്ളൊരു കമ്മിറ്റി. ഒരാൾ പ്രസിഡന്റ് പറയണം, സെക്രട്ടറി പറയണം എന്നുണ്ട്. ഉള്ളൊരു കമ്മിറ്റി, അത് സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും യങ്സ്റ്റേഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും അതിനെപ്പറ്റി നേരിടാൻ പറ്റണം. അല്ലാണ്ട് ഒരാൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ രാജിവെച്ച് പോയിട്ട് ഒരു കൂട്ടരാജി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും പറയാനില്ല, ഞങ്ങൾ രാജിവെക്കാണ് എന്ന് പറയാതെ നേരിടാൻ പറ്റണം അല്ലേ. സിബി സാറിനെ പറ്റി ഒരു ഇഷ്യൂ വന്നിട്ട് സിബി സാറെ രാജിവെച്ചു. അത് പുള്ളിക്കാരനൊരു ഇഷ്യൂ വന്നത് കൊണ്ടാണ്. പുള്ളിക്കാരൻ അത് പുറത്തു നിന്ന് തെളിയിക്കണം എന്ന് തോന്നി. പക്ഷെ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഒരു കൂട്ടരാജി വെക്കുമല്ലേ ചെയ്തത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ പറ്റിയല്ലേ ഞങ്ങള് ഇതിനെപ്പറ്റി അന്വേഷിക്കാമെന്നോ ഒക്കെ പറയാറോ. അങ്ങനെയൊന്നും അല്ലാതെ ഇനി ഒരു അടുത്ത കമ്മിറ്റി വരുന്നു, അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ വീണ്ടും രാജി, അങ്ങനെയല്ലല്ലോ. യങ്സ്റ്റേഴ്സ് വരണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടെ പിന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാം. ഒരു സംഘടനയിൽ മുന്നോട്ട് വരട്ടെ. പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഒരു ലേഡിയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഒരു ലേഡിയോ ഒന്നും അല്ലല്ലോ. ഇപ്പൊ കുറച്ചുപേരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലാണ്. നമുക്ക് എന്താ പറയുക, ഞാൻ കമ്മിറ്റിയിലുള്ള ഒരാളെ അല്ല, പുറത്തുനിന്ന് ഉള്ള ഒരാളുടെ അഭിപ്രായം നിലയിൽ എനിക്ക് പറയാം. വരണമെന്ന് പലരും നിർദ്ദേശിക്കുന്നുണ്ട്. അതെ, ചേച്ചി ഒക്കെ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കായിരിക്കും. കുറച്ചും കൂടെ സ്ത്രീകൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ പോയി പറയാനും, അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പുള്ളിക്കാരി. മോൻ നോക്കാണ്ടൊക്കെ നല്ലതായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചേച്ചിക്ക് നല്ലോണം ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഒരാളെ നമ്മൾ പറഞ്ഞാൽ പോരാ, പുള്ളിക്കാരിക്കും ഇൻട്രസ്റ്റ് വേണം. പുള്ളിക്കാരിക്ക് ഒരു ഫാമിലി ഒക്കെ ഉള്ള ആളാണ്, ഒരുപാട് സിനിമകളുള്ള ആളാണ്, ഒരുപാട് തിരക്കുള്ള ആള്. ഇതിന്റെ ഫ്രണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പം പുള്ളിക്കാരി വന്നാൽ നല്ലതായിരിക്കും.